സാർ പറയാം, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. കണ്ടോ? അപ്പൊ കള്ളപ്രവാചകന്മാർ ആരല്ല? ദൈവത്തിൽ നിന്നുള്ളവരല്ല. പറയാ യോഹന്നാൻ എഴുതുന്ന എഴുത്തുകാരൻ പറയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അടുത്ത പദം ശ്രദ്ധിക്കണമേ. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ദൈവത്തെ അറിയുന്നവൻ എന്ത് ചെയ്യും? ഞങ്ങളുടെ വാക്ക് കേൾക്കും. ദൈവത്തെ അറിയാത്ത ലോകക്കാരുണ്ടല്ലോ, അവർ ഈ കള്ളപ്രവാചകന്മാരുടെ വാക്ക് കേൾക്കും. കേട്ടോ? ഈ ഓരോ വാക്യവും ഇത് വെറുതെ എഴുതി വെക്കുന്നതല്ല. ഇത് വളരെ ഗൗരവമായിട്ട് അതേ അർത്ഥത്തിൽ തന്നെ വായിച്ചു ചിന്തിക്കണം. അപ്പം ദൈവത്തിൽ നിന്നുള്ളവര് യഥാർത്ഥ അപ്പോസ്തലന്മാരെ, യഥാർത്ഥ ദൈവദാസന്മാര് പറയുന്ന വാക്കുകളെ കേട്ട് അനുസരിച്ച് പോകും. ലോകത്തിൽ നിന്നുള്ളവര് യഥാർത്ഥ ദൈവദാസന്മാരുടെ വാക്ക് കൂട്ടാക്കുകയില്ല. അവർക്ക് അവരുടെ വാക്ക് വേണ്ട. അവർക്ക് ആരുടെ മതി? ഇതുപോലെയുള്ള കള്ള അപ്പോസ്തലന്മാരുടെയും കള്ളപ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കുന്നവരായിട്ട് മാറുമെന്നാണ് യോഹന്നാൻ ഓർപ്പിക്കുന്നത്. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നില്ല. മറിച്ച് ആരുടെ വാക്ക് കേൾക്കും? ഈ കള്ളനാണയങ്ങളുടെ വാക്ക് കേൾക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും നമുക്ക് ഇതിനാൽ അറിയാം. ആ കൺക്ലൂഷൻ പറയുന്ന വാക്ക് തന്നെ, സത്യത്തിന്റെ ആത്മാവ് ഏതെന്നും. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് ആരില്ല? ഞങ്ങൾ എന്ന് പറയുന്ന ശുശ്രൂഷക വൃന്ദത്തിനകത്ത് അല്ലെ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്ന് ജനിച്ചവരിലും ഏതാത്മാവാണ്? സത്യത്തിന്റെ ആത്മാവാണ്. അപ്പൊ ഈ കള്ളപ്രവാചകന്മാരിലും ലോകക്കാരെന്ന് പറയുന്ന സഭയ്ക്കകത്തുള്ളവരുടെ മേലുള്ള ആത്മാവ് ഏതാണ്? വഞ്ചനയുടെ ആത്മാവാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ 1-ാം വാക്യം എഴുതിയത്, പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കാൻ ഏതാത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളവയോ എന്ന് ശോധന ചെയ്യുവീ. കണ്ടോ? അപ്പൊ എങ്ങനെയാ ഇതിനെ തിരിച്ചറിയുന്നത് എന്നുള്ളതിന്റെ മാർഗമാണ് യോഹന്നാൻ വളരെ വ്യക്തമായ ഭാഷയിൽ ആ അധ്യായത്തിനകത്ത് രേഖപ്പെടുത്തി നടത്തിയിരിക്കുന്നത്. ഇനി അതിന് 1 യോഹന്നാൻ 3-ന്റെ 20 മുതൽ 24 വരെ വാക്യം കൂടെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാമേ. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തേക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്നും നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് എന്ത് യാചിച്ചാലും അവനിൽ നിന്ന് ലഭിക്കും. അവന്റെ കൽപ്പനയോ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. അവൻ നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നത് അവൻ തന്ന ആത്മാവിനാലാണ്. ഇതെല്ലാം തിരിച്ചറിവ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നറിയാമോ? ആത്മാവിനാൽ. കാരണം ആത്മീയതയെ ആത്മാവ് കൊണ്ട് അളക്കാനേ പറ്റുള്ളൂ. ആത്മീയതയെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റുകയില്ല. കാരണം ആത്മീയത എന്ന് പറയുന്നത് അത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ പദം ആത്മാവ്, ആത്മീയത. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, ശരീരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അപ്പൊ ആത്മീയ കാര്യങ്ങളെ ആത്മാവ് കൊണ്ടേ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, ആത്മീകനോ സകലത്തെയും എന്ത് ചെയ്യുന്നു? വിവേചിക്കുന്നു. അവൻ ആരാലും എന്ത് ചെയ്യുന്നില്ല? വിവേചിക്കപ്പെടുന്നില്ല. മുകളിലേക്കുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ദൈവമോ നമുക്ക് തന്റെ ആത്മാവിനാൽ എന്ത് ചെയ്തിരിക്കുന്നു? സകലതും വെളിപ്പെടുത്തപ്പെടുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇത് പറഞ്ഞ താഴോട്ട് പൗലോസ് പറയുന്നത്. അപ്പൊ ഇതെല്ലാം എന്താണ്? നമ്മുടെ ആത്മാവ് സംബന്ധിച്ച് ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ശരിയെയും തെറ്റിനെയും ഒറിജിനലെയും ഡ്യൂപ്ലിക്കേറ്റിനെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യുന്നത്? സഹായിക്കുന്നത്. അപ്പോ 3-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1 യോഹന്നാൻ 4-ന്റെ 6, 3-ന്റെ 20, 24 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാര്
ക്രിസ്ത്യാനിത്വത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് അവരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ക്രിസ്ത്യാനിത്വത്തെ അവരെങ്ങനെ സ്വീകരിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ അവരെങ്ങനെ സ്വീകരിക്കുന്നത്, ക്രിസ്തുവിനെ അവരാരായിട്ടാണ് കാണുന്നത്, ക്രിസ്തുവിനെ അവരാരായിട്ടാണ് അംഗീകരിക്കുന്നത്, ക്രിസ്തുവിനെ അവരാരായിട്ടാണ് മറ്റുള്ള മുൻപിൽ പ്രസന്റ് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്, യേശു ക്രിസ്തുവിനെ ആരായിട്ടാണ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഇതിനെ ആശ്രയിച്ചാണ് ഇതിന്റെ ശരിയും തെറ്റും നമുക്ക് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, 4ാമത്തെ പോയിന്റ് ഞാൻ ഓടി വരാം. 1 യോഹന്നാൻ 4:6 വാക്യം നമ്മൾ വീണ്ടും വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ദൈവിക കൽപ്പനകളോടുള്ള അവരുടെ മനോഭാവത്തെ തിരിച്ചറിയാനുള്ള ഒരു മാർഗമാണ്. ദൈവിക കൽപ്പനകളോടുള്ള അവരുടെ മനോഭാവം. അതൊക്കെ 6ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ദൈവത്തെ അറിയുന്നവൻ തങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. അപ്പം അവിടെ നമ്മൾ വായിക്കുന്നത് ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു. ഞങ്ങളുടെ വാക്കെന്ന് പറയുമ്പോൾ യോഹന്നാൻ പറയുന്നത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ശിഷ്യന്മാരെല്ലാം പറഞ്ഞത്. കർത്താവ് ഏൽപ്പിച്ച ദൗത്യങ്ങളാ ശിഷ്യന്മാരെല്ലാം പ്രസംഗിച്ചു. നമ്മൾ ശ്രദ്ധിച്ചു വയ്ക്കാം. നമ്മളൊക്കെ, ഞാൻ വിമർശിക്കുകയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം, നമ്മളൊക്കെ സത്യത്തില് ദൈവവചനം വായിച്ചിട്ട് എന്താ പ്രസംഗിക്കുന്നത് ചിന്തിക്കാം. ഒരു വാക്യം വായിച്ചിട്ട് ആ വാക്യത്തിൽ നിന്നൊന്നും അല്ല നമ്മൾ പലപ്പോഴും പറയുന്നത്, അല്ലെ? നമ്മൾ കാട് കയറി അന്റാർട്ടിക്കയും ആഫ്രിക്കയും ഉഗാണ്ടയിലൂടെ ഒക്കെ പോയച്ച് നമ്മൾ എന്ത് ചെയ്യും? ഒടുവില് അവസാനിപ്പിക്കുന്ന സമയം വരുമ്പോഴായിരിക്കും ആ വാക്യത്തിൽ നിന്ന് ഒരു വാക്ക് പറയുന്നത്. എന്നാൽ അപ്പോസ്തലന്മാരുടെ ഒക്കെ പ്രസംഗം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം മുതൽ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം നല്ലതാണ്. എന്തായിരുന്നു അവരുടെ പ്രസംഗം? കാരണം യേശു അവരെ ഭരമേൽപ്പിച്ച ദൗത്യമാണ് അവർ ചെയ്തത്. യേശു അവരിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുൻപ് അവരെന്താ പ്രസംഗിച്ചത്? മാനസാന്തരത്തെ കുറിച്ചായിരുന്നു, അല്ലെ? യേശു അവരോട് കൂടെ ഇരുന്ന സമയത്ത് യേശു പ്രസംഗിച്ചത് എന്താണ്? റിപ്പന്റൻസ് ആയിരുന്നു. ശിഷ്യന്മാര് പ്രസംഗിച്ചത് എന്തായിരുന്നു? മാനസാന്തരമായിരുന്നു. സഭ സ്ഥാപിതമായതിനു ശേഷം ഈ അപ്പോസ്തലന്മാര് പ്രസംഗത്തിന്റെ രീതിക്ക് അല്പം വ്യത്യാസം വരുത്തി. മാനസാന്തരം ഉപേക്ഷിച്ചില്ല, മാനസാന്തരത്തോട് ചേർത്ത് സഭയുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഡോക്ട്രിൻ പ്രസംഗിക്കുകയായിരുന്നത്. പത്രോസിന്റെ ലേഖനം വായിക്കുമ്പോൾ പത്രോസിന്റെ പ്രസംഗം നമുക്ക് കാണാൻ കഴിയും. ഖണ്ഡനമുണ്ട് അതിനകത്ത്, കള്ളപ്രവാചകന്മാരെ ഖണ്ഡിക്കുന്നുണ്ട്, കർത്താവിന്റെ മടങ്ങി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. പൗലോസിന്റെ പ്രസംഗം എന്തായിരുന്നു? പൗലോസ് പ്രസംഗിക്കുക എന്താണെന്ന് വ്യക്തമായിട്ട് നമുക്കറിയാം, അല്ലേ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തു, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, വേഗം വരുന്ന ക്രിസ്തു, ഇത് മാത്രം പ്രസംഗിച്ചുകൊണ്ടാണ് തന്റെ ശുശ്രൂഷ കാലങ്ങൾ പൂർത്തീകരിച്ചത്. ഈ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ പൗലോസിന്റെ പരാജയപ്പെട്ടു പോയ മെസ്സേജ് എന്ന് പറയുന്നത് അഥേനയിലെ പ്രസംഗം എന്ന് പറയുന്നത്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചീറ്റിപ്പോയ മെസ്സേജ്. അവിടെ പൗലോസ് ഇത്ര തത്വജ്ഞാനം പ്രസംഗിച്ചു, ഫിലോസഫി, കുറച്ച് ഫിലോസഫി പ്രസംഗിച്ചു. അത് ദയനീയമായ തോൽവിയായിരുന്നെന്ന വേദ ചിന്തകന്മാരുടെ അഭിപ്രായം. ആ ഒരു സ്ഥലത്ത് മാത്രമേ ഫിലോസഫി പറഞ്ഞുള്ളൂ. പക്ഷെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഫിലോസഫർ. അദ്ദേഹത്തിന്റെ എല്ലാ പ്രസംഗങ്ങളിലും വേണമെങ്കിൽ ഫിലോസഫിയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കാൻ പൗലോസിന് കഴിവുള്ളവനാണ്. പക്ഷെ അതൊന്നും ഉപയോഗിച്ചില്ല. ഏക സ്ഥലത്ത് മാത്രമേ ഫിലോസഫി പറഞ്ഞുള്ളൂ. ബാക്കി മുഴുവൻ ആരാണ്? യേശു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന ക്രിസ്തു. ഇതായിരുന്നു അവരുടെ പ്രസംഗം. നമ്മളൊന്ന് ചിന്തിച്ച്, നമ്മൾ എന്തിനാ പ്രസംഗിക്കുന്നത്? നമ്മൾ പ്രസംഗിക്കാനൊരു വാക്യം എടുക്കും, യേശു കടലിന്റെ പുറത്ത് നടന്നു, പിന്നെ നമ്മൾ അങ്ങ് പോവുക, അല്ലേ? നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ യോഹന്നാൻ പറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കാര്യം എന്ന് പറയുന്നത് ദൈവിക കൽപ്പനകളോടുള്ള അവരുടെ മനോഭാവം. ഈ ന്യൂ ജനറേഷൻ സഭകളെ നിങ്ങൾ പഠിച്ചു നോക്കണം. ശരിക്കും ഞാൻ പഠിക്കുന്ന ഒരാളായതുകൊണ്ടാണ് പറയുന്നത്. പല ന്യൂ ജനറേഷൻ സഭകളിലും 10 വർഷമായിട്ടും അവിടെ ആരാധനയ്ക്ക് പോകുന്ന ആളുകൾ സ്നാനപ്പെടാത്തവരുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുണ്ട്. കാരണം അവർക്ക് അതൊരു പ്രധാനപ്പെട്ട ഉപദേശമല്ല. രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നതോ സ്നാനം സ്വീകരിക്കുക എന്ന് പറയുന്നതോ ഒന്നും അവിടെ എന്തല്ല, ഒരു ഉപദേശമേ അല്ല. അതവിടെ പ്രസംഗിക്കാറില്ല. അവിടെ കുറെ രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, പ്രോസ്പിരിറ്റി. ഇതാണ് ഈ ന്യൂ ജനറേഷൻ പല സഭകൾക്കകത്തും മുഴങ്ങി കേൾക്കുന്ന സന്ദേശം.
അതുകൊണ്ട് ആളുകൾ അവിടേക്ക് ഓടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ എല്ലാ ദിവസവും രാവിലെയൊക്കെ ചില ആളുകള് ഫേസ്ബുക്കിനകത്ത് അല്ല വാട്സാപ്പിനകത്തൊക്കെ മെസ്സേജ് അയക്കാറില്ലേ? കൊച്ചു ഷോർട്ട് മെസ്സേജ്, 5 മിനിറ്റും 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ ഉള്ളത്. ഈ 4 മിനിറ്റിനകത്ത് പറയുന്ന മെസ്സേജുകളെല്ലാം നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. കടഭാരം, മാനസികം, ശാരീരികം, ഇങ്ങനെയുള്ള വിഷയത്തെ മാത്രം കണ്ടന്റ് ചെയ്തുകൊണ്ട് പറയുന്ന കൊച്ചു മെസ്സേജുകളാണ് ആളുകളിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ചിന്തിച്ചു കാണും, ഇന്ന് സാമ്പത്തിക മേഖലയിൽ തകർച്ചയില്ലാത്ത ഏത് മനുഷ്യനും ലോകത്ത്, ശാരീരികമായിട്ട് രോഗമില്ലാത്ത ഏതൊരു മനുഷ്യനും ഈ ഭൂമിയിൽ ഒന്ന് ജീവിക്കുന്നു? വെട്ടിക്കണക്കിന് മരുന്നുമായിട്ട് ഓരോരുത്തർ യാത്ര ചെയ്യുന്നു, ജീവിക്കുന്ന ഓരോ ദിവസം അല്ലെ? അത് ദേവസ്വന്മാരാണെങ്കിലും വിശ്വാസികളാണെങ്കിലും രോഗികളാണ് നല്ലൊരു ശതമാനം. കുടുംബ ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത എത്ര പേരുണ്ട്, എത്ര കുടുംബങ്ങളുണ്ട് ഇന്ന് ലോകത്ത്? കുടുംബ തകർച്ച എന്നൊരു പൊതുകാര്യമല്ലേ? മക്കളെ ഓർത്ത് ഭാരപ്പെടാത്ത അല്ലെങ്കിൽ മക്കളെ വേദനിപ്പിക്കാത്ത ഏത് അപ്പനമ്മ ഇന്ന് ലോകത്തുണ്ട്? എല്ലാ കുടുംബങ്ങളിലും മക്കളിൽ നിന്ന് പ്രയാസങ്ങൾ, ഭാരങ്ങൾ എല്ലാ അപ്പനമ്മമാരുടെയും ജീവിതത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. അപ്പൊ ഇങ്ങനെയുള്ള ഒരു 7, 8, 10 മേഖലയിലെ വിഷയങ്ങൾ മാത്രം എടുത്ത് എന്ത് ചെയ്യുക? അത് 5 മിനിറ്റ് ആണെങ്കിലും 2 മിനിറ്റ് ആണെങ്കിലും 1 മണിക്കൂറാണെങ്കിലും 1.5 മണിക്കൂറാണെങ്കിലും അതിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പല ഇടങ്ങളിലും പ്രസംഗിക്കുന്നത്. അതുകൊണ്ടെന്താ, ഈ കടഭാരമുള്ളവനും രോഗമുള്ളവനും കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ളവനും കുഞ്ഞുങ്ങൾ മുഖാന്തരം പ്രശ്നമുള്ളവനും വീട്ടുകാർ തമ്മിൽ പ്രശ്നമുള്ളവനും അയൽക്കാരൻ തമ്മിൽ പ്രശ്നമുള്ളവനും ഒക്കെ ഇത് കേൾക്കാനായിട്ട് എന്ത് ചെയ്യുന്നു? വളരെയധികം തൽപരനാണ്. കാരണം അവന് എന്നും ഈ പ്രശ്നങ്ങളാണ്. ഈ കേൾക്കുന്നത് മുഴുവൻ അവന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. എന്നാൽ ഇത് വിട്ട് വേറെന്താ ഒന്നും പറയാത്തത്? എന്താ രക്ഷയെ കുറിച്ച് എന്താ പറയാത്തത്? മാനസാന്തരത്തെ കുറിച്ച് എന്താ പറയാത്തത്? സ്നാനത്തെ കുറിച്ച് എന്താ പറയാത്തത്? വിശുദ്ധിയെ കുറിച്ച് എന്താ പറയാത്തത്? കർത്താവിന്റെ വരവിനെ കുറിച്ച് എന്താ പറയാത്തത്? ഇതൊന്നും ഇവർ പറയരുത്. ഇതൊന്നും ഇവരുടെ ഈ 5 മിനിറ്റിലും ഇല്ല, 3 മിനിറ്റിലും ഇല്ല, 1.5 മണിക്കൂറിനകത്തും ഇല്ല. അതുകൊണ്ടാണ് ആളുകൾ ആ പ്രശ്നങ്ങളെ വേണ്ടുന്ന ഒരു എന്താണ് ശരിക്ക് നമ്മുടെ പ്രവാചക പുസ്തകത്തിൽ വായിക്കുന്ന മുറിവ് ശരിക്കും ഞെക്കിപ്പിഴിഞ്ഞ് അഴുക്ക് പുറത്തു കളയാതെ ആ മുറിവിനെ എന്ത് ചെയ്യുന്നു? താൽക്കാലികമായിട്ട് ചുമ്മാതെ ഞെക്കിപ്പിഴിയാതെ അഴുക്കും അതിന്റെ പഴുപ്പും ചലവും പുറത്തു കളയാതെ എന്ത് ചെയ്യുന്നു? മുറിവുകളെ തൈലം വെച്ച് പൊതിഞ്ഞു കെട്ടുന്ന ഒരു പരിപാടി ഇങ്ങനെയുള്ള ഇടങ്ങളിൽ നടക്കുന്നത് കൊണ്ട് ആളുകൾ അങ്ങോട്ട് ഓടില്ല. എന്നോട് ചില ആളുകൾ പറയാറുണ്ട്, എന്റെ ബന്ധുദാസനെ ഇന്നലെ സംസാരിക്കുന്നത് മുഴുവൻ എന്നോടായിരുന്നു. ശരിയാ, എന്നോടാകാൻ കാരണം എന്താ? ഒന്നിൽ ആ പുള്ളി രോഗിയാ, അല്ലെങ്കിൽ ആ പുള്ളിയുടെ കുടുംബത്തിൽ പ്രശ്നമോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിൽ പ്രശ്നമോ, അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടബാധ്യതയിലൂടെ കടന്നു പോവുകയാണ്. ആ മേഖലകളിൽ ഇങ്ങനെ തൊട്ടടുത്ത് പറയാവുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് എന്നോടാണെന്ന് എല്ലാവർക്കും തോന്നുകയല്ലേ? നമ്മളോട് തോന്നുകയല്ലേ? ചില കാര്യങ്ങൾ എന്നോട് സംസാരിച്ച് നമുക്ക് തോന്നുകയില്ല. കാരണം നമ്മളും പല പ്രശ്നങ്ങളിലൂടെ പോകുന്ന ആളുകൾ. ഇത് ഒരു ടെക്നിക്കാണ്. ആളുകളെ പിടിച്ചു നിർത്താനും ആളുകളെ കൊണ്ടുവരാനും ആളുകളെ നിർത്താനുമുള്ള ഒരു ടെക്നിക്ക്. അതുകൊണ്ട് എന്താ, മറ്റിതര കൽപ്പനകളെ കുറിച്ചോ കർത്താവ് പ്രസംഗിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ കർത്താവ് പഠിപ്പിക്കാൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചോ എന്ത് ചെയ്യത്തില്ല? ഒരു വാക്ക് ഉരിയാടത്തില്ല ഈ വക ശുശ്രൂഷ വൃന്ദങ്ങൾ. അത് പറയുന്നില്ലെങ്കിൽ ഒറിജിനൽ അല്ല എന്ന് തിരിച്ചറിയണം നമ്മൾ. ഈ പ്രവാചകന്മാരുടെ മിനിസ്ട്രി നമ്മൾ പഠിച്ചാൽ പഴയ നിയമകാലത്തും പുതിയ നിയമകാലത്തെക്കാട്ടിലും പ്രവചന ശുശ്രൂഷ നടന്നൊരു കാലഘട്ടം. ഏത് കാലഘട്ടത്തിലും പ്രവാചകന്മാരെ ജനത്തോട് സംസാരിക്കുമ്പോൾ അവരുടെ പാപം വെളിപ്പെടുത്തുകയായിരുന്നു ആ ശുശ്രൂഷ എന്ന് പറയുന്നത്. അവരുടെ കുറവുകളെ വെളിപ്പെടുത്തി അവരെ തിരുത്താനായിട്ട് മടങ്ങി വരാനായിട്ടുള്ള അവസരം ഒരുക്കുന്ന ശുശ്രൂഷയാണേത് ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടത്തിൽ പ്രവാചകൻ, പുരോഹിതൻ, രാജാവ് അങ്ങനെ പോട്ടെ, നമുക്ക് ആ രാജാവിനെ എടുക്കണം. പ്രവാചകൻ, പുരോഹിതൻ. പുരോഹിതന്റെ മിനിസ്ട്രി എന്താണ് പഴയ നിയമത്തില്? പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യന് മധ്യസ്ഥനായി ദൈവത്തിന് മുൻപിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ പാപിയായ മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നവനാണ് ആര്? പുരോഹിതൻ. എന്നാ പ്രവാചകനോ?
പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനും ദൈവത്തിനും ഇടയിൽ നിന്നുകൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങൾ പാപിയായ മനുഷ്യനോട് പറയുന്ന ശുശ്രൂഷയാണ് ആരുടെ ശുശ്രൂഷ? ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. പറഞ്ഞാൽ ദൈവത്തിന് പറയാനുള്ള കാര്യം ദൈവം പ്രവാചകനിലൂടെ എന്ത് ചെയ്യും? ജനത്തോട് പറയും. കാരണം എന്താ? മടങ്ങി വരാൻ വേണ്ടി, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ട്, പാപത്തെ കുറിച്ച് ഓർപ്പിക്കും. ഇന്ന് ഇതാണോ സത്യത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്നത്? എത്ര പാപം ചെയ്തേച്ച് വന്നിരുന്നാലും അവനെ ഏത് നിലയിലാണ് സംബോധന ചെയ്യുന്നത്? ദൈവത്തിന്റെ മകൾ അല്ലേ? അങ്ങനെ സംബോധന ചെയ്ത് അപ്പൊ അതൊന്നും അവന്റെ ജീവിതത്തിലെ ആ കുറവോ പാവോ ഒന്നും എന്തല്ല. ദൈവത്തിന് ഒരു വിരോധമില്ലാത്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ആളുകൾക്ക് സന്ദേശങ്ങൾ കൊടുത്തും ദൂത് കൊടുത്തും ഒക്കെ പാപത്തെ ഒഴിവാക്കാനോ പാപത്തെ ഉപേക്ഷിക്കാനായിട്ടോ എന്ത് ചെയ്യത്തില്ല, ഒരു പ്രേരണയും നൽകത്തില്ല. മറിച്ച് പാപം ചെയ്തു വരുമ്പോഴും നമ്മള് തലേ കൈവച്ച് പറയുന്നത് എന്താണ്? ഇനി കിട്ടാൻ പോകുന്ന അനുഗ്രഹത്തെ കുറിച്ചാ. അപ്പൊ ഈ പാപം ചെയ്ത് ജീവിച്ചാലും അനുഗ്രഹത്തിനൊരു കുറവും വരികയില്ല. അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് ഏത് പ്രവാചകൻ പറഞ്ഞാലും അങ്ങനെ ഇന്നത് നീ തിരുത്തണമെന്ന് പറയത്തില്ല. മറിച്ച് തിരുത്താൻ 100 കൂട്ടം കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും തലയിലോട്ട് കൈവച്ചു പറയും, നിന്റെ കണ്ണുനീരും നിന്റെ പ്രാർത്ഥനയും നിന്റെ നിലവിളിയും നിന്റെ മുറവിളിയൊക്കെ ഞാൻ കണ്ടു, നിന്റെ കണ്ണുനീരിന്റെ മറുപടി ഞാൻ അയച്ചിരിക്കുന്ന പറയുന്നു. അതാണ് ഈ കാലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്ന സങ്കടകരമായ സന്ദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിക്കുക, 4-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവിക കൽപ്പനകളുള്ളവരുടെ മനോഭാവം. ദൈവിക, ഞാനത് പറയാൻ കാരണം അറിയാം, എന്റെ ഒരു സ്നേഹിതന്റെ പെങ്ങളും കുടുംബവും അവര് 10-12 വർഷമായിട്ട് തങ്കു ബ്രദറിന്റെ കൂട്ടായ്മയിൽ പോകുന്നവരാ. പക്ഷെ 12 വർഷമായിട്ട് ആ സഭയിൽ അവർ സജീവമായി പോയിട്ട് ഇന്ന് വരെ അവർ സ്നാനപ്പെട്ടിട്ടില്ല. ആലോചിക്കുക, 10-12 പോലെ ഒരു സഭയിൽ പോയിട്ട് ഒരു കുടുംബം സ്നാനപ്പെടാതെ ആ നിലവാരത്തിൽ തന്നെ അവരെന്ത് ചെയ്യുക? അവിടെ പാടിത്തുള്ളി ആരാധിച്ച് നൃത്തം ചെയ്ത് പ്രോസ്പെരിറ്റി ചെയ്ത് ഇങ്ങനെ ഏറ്റെടുത്ത് ഇങ്ങനെ പോവുക. അപ്പം ഈ സ്നാനത്തിനൊന്നും ഒരു പ്രാധാന്യത അവിടെ ഇല്ല. രക്ഷിക്കപ്പെടുന്നതിനൊന്നും ഒരു പ്രാധാന്യത അവിടെ ഇല്ല. അവിടെ ചെല്ലുക, കുറെ ഈ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ കേൾക്കുക, കൊടുക്കാനുള്ളത് എന്ത് എഴുതുക, QR കോഡ് സ്കാൻ ചെയ്തോളാ, കൊടുത്തോളുക. ഇത് മാത്രമാണ് എന്ത് നമ്മൾ ചെയ്യേണ്ടത്. അവരെന്ത് ചെയ്യുന്നു? നമുക്ക് പ്രോസ്പെരിറ്റി തന്നിട്ട് നമ്മൾ ദരിദ്രനാകുന്നു, അവര് ആരാകുന്നു? ഇതാണ് സത്യത്തില് നടക്കുന്നത്. പക്ഷെ ഇത് ആളുകൾക്ക് മനസ്സിലാക്കാനോ തിരിച്ചറിയാനോ എന്ത് ചെയ്യുന്നില്ല, കഴിയാതെ പോകുന്നു. അപ്പൊ 5-ാമത്തെ കാര്യം കൂടെ പറഞ്ഞാൽ വേഗത്തിൽ നിർത്താം. 5-ാമത്തെ കള്ളപ്രവാചകത്തെ പരിശോധിക്കാനുള്ള മാർഗം, 5-ാമത്തെ മാർഗം എന്താണ്? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യം നോക്കിക്കേ. പ്രിയമുള്ളവരെ, ഇത് കണ്ടിന്യൂഷൻ ആണ് കേട്ടോ. 7 മുതൽ താഴോട്ടുള്ള കാര്യം തുടർമാനമാണ്. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഒരു പ്രവാചകന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് സ്നേഹത്തെ ഊട്ടി ഉറപ്പിക്കുന്നതാകണം. ചില പ്രവാചകന്മാരെ ശ്രദ്ധിച്ചു നോക്കിക്കുക. ഇനി നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. പലരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിന്റെ സ്വന്തം രക്തബന്ധം നിനക്കെതിരെ ഇന്നത് ചെയ്തിട്ടുണ്ട്, കൈവശം വെച്ചിട്ടുണ്ട്, കൂടോത്രം വെച്ചിട്ടുണ്ടെന്ന് വരെ പറയാറുണ്ട്. സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുകയാണ് പലരും. അയൽവാസിയെ തമ്മിൽ എന്ത് ചെയ്യുക? എന്നോട് പറയുന്ന ആളുകൾ, നിന്റെ അയൽക്കാരൻ, നിന്റെ വീടിന് നേരെ മുന്നേ താമസിക്കുന്നവൻ, അടയാളം വരെ പറയും, നേരെ മുന്നേ താമസിക്കുന്നത്. എല്ലാ വീടിന്റെ മുന്നേ ഒരു വീട് കാണാതൊന്നും ഇരിക്കത്തില്ല. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരെ ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇന്നതുപോലെ ചെയ്യുന്നുണ്ട്, ഇത് പറഞ്ഞ നിങ്ങളോട് ഒരാള് പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങളുടെ അയൽവാസിയോട് പിന്നെ എന്ത് തോന്നും? സ്നേഹമാണോ, വെറുപ്പാണോ, പ്രതികാരമാണോ, വിരോധമാണോ തോന്നുക? ഇനി അഥവാ രക്തബന്ധത്തിൽപ്പെട്ട കൂട്ടു സഹോദരനോട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഈ പ്രവാചകൻ അത് ഇണക്കിയേച്ച് വേണം പോകാൻ, അവരെ ഒരുമിപ്പിച്ചേച്ച് വേണം പോകാൻ ആ ശുശ്രൂഷയിൽ. പക്ഷെ സ്നേഹമായിട്ട് പോകുന്ന പല കുടുംബങ്ങളെയും തമ്മിൽ തല്ലിക്കുന്ന അനുഭവത്തിലേക്കാണ്
ഇന്നത്തെ പല ശുശ്രൂഷകളും കടന്നു പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അതിലേക്ക് സഹോദര സ്നേഹം, ആ സ്നേഹബന്ധത്തെ ദൃഢപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ധൈര്യപ്പെടുത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പ്രവാചകന്റെ യഥാർത്ഥ ശുശ്രൂഷയ്ക്കകത്ത് കിടക്കുകയാണ്. സ്നേഹക്കുറവ് എവിടെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹക്കുറവ് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യണം? പരിശ്രമിക്കും. ഇത് ഒരു പ്രവാചകൻ വന്നിട്ട് അമ്മായിമ്മയും മരുമക്കളെയും തന്നെ തല്ലിക്കും. ഇല്ലേ? നമ്മളൊക്കെ 10-30 കൊല്ലം ആയില്ലേ ശുശ്രൂഷയിലൊക്കെ ആയിട്ട്. നമ്മൾ കണ്ടിട്ടില്ലേ പലതും, പലയിടത്തും നമ്മൾ കേൾക്കുന്നില്ലേ? ഒരു പ്രാർത്ഥന കഴിഞ്ഞ് കുടുംബത്തിലുണ്ടായ ഛിദ്രം ഞാൻ കണ്ടിട്ടുണ്ട്. ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് സഭയിൽ കുടുംബങ്ങൾ തമ്മിൽ കലഹിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം അടിസ്ഥാനം എന്താണെന്നറിയാമോ? ആ ദിവസങ്ങളിലെ പ്രാർത്ഥനയിൽ കേട്ട ദൂതിന്റെ അടിസ്ഥാനത്തിൽ. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല. നാം പ്രാപിച്ച ആത്മാവ് സുബോധത്തിന്റെയും സ്നേഹത്തിന്റെ ആത്മാവാണെന്ന് പറയുമ്പോൾ ഓർക്കുക. അപ്പൊ ഇതിനിടയ്ക്ക് കലക്കം കൊണ്ടുവരുന്നെങ്കിൽ, സ്നേഹം മാറി വിരോധം വരുത്തുന്നെങ്കിൽ ഏതാത്മാവിനാണ് നിങ്ങൾ അധീനരെന്ന് എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഇതൊക്കെ പരിശോധിക്കാനുള്ള മാർഗമാണ്. അപ്പൊ നമ്മള് ഈ കേൾക്കുന്നതിനെല്ലാം സ്വോത്രം ആമീൻ പറഞ്ഞിങ്ങനെ കമ്പിയിലേറെയിലിരിക്കുകയല്ല വേണ്ടത്. മറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മതയോടെ നമ്മൾ എന്ത് ചെയ്യണം? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തിയിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണ് എന്നുള്ളത്. പണ്ടത്തെ കാലത്തിനൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല്, ഒരു വ്യക്തിയെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ആ വ്യക്തി ശരിയല്ലെന്ന് കണ്ടാൽ അന്നേരം ശുശ്രൂഷ അവസാനിപ്പിച്ച് കൊടുക്കേണ്ട കാശ് കൊടുത്ത് മടക്കി വിടുന്ന ദൈവദാസന്മാരുണ്ടായിരുന്നു സഭകളിൽ. ഇത് നമ്മളാണെങ്കിൽ കോട്ടെ വന്നതല്ലേ ശുശ്രൂഷയോടെന്ന് പറഞ്ഞ് നമ്മളെ മിണ്ടാതിരിക്കും. ഈ വ്യക്തി നന്നായിട്ട് കള വിതച്ച എന്ത് ചെയ്യും? പുള്ളി പൈസയും മേടിച്ചിരിക്കും. പണ്ടത്തെ അപ്പച്ചന്മാരൊന്നും അങ്ങനെയല്ല. ഒരു വാക്ക് പിന്നെ പറയാൻ സമ്മതിക്കുകയില്ല. മതിയാക്കാൻ പറയും, നിർത്തിക്കോളം പറയും, പൊക്കോളം പറയും. ആ തന്റെ ഇടം കാണിക്കണം സഭയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന ആളുകൾ. കാരണം എന്തറിയാമോ? ആ സഭയെ ഏൽപ്പിച്ചത് നമ്മയാണ്. അതിനകത്ത് കള ഇടാൻ നമ്മൾ ഒരിക്കലും ഒന്നും കൊടുക്കരുത്. അവസരം കൊടുക്കരുത്. അവസരം കിട്ടിയാൽ അവൻ കള വിതയ്ക്കും. കള വിതച്ചാൽ നമുക്ക് കള പിഴുതെടുക്കാൻ കഴിയില്ല, കള പറക്കാൻ കഴിയില്ല. കള വളരും. അത് നല്ല വിത്തിനെ കൂടെ നശിപ്പിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്രധാനമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ഓക്കെ, ഇനി 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഞാനത് ദൈവാനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ നമ്മുടെ പ്രധാന ചിന്ത എന്ന് പറയുന്നത് വിതയ്ക്കപ്പെടുന്ന കളങ്ങൾ, അല്ലെങ്കിൽ കള വിതയ്ക്കപ്പെടുന്ന കളങ്ങൾ ഏതാണെന്നുള്ളതാണ്. പ്രധാനമായിട്ടും കള വിതയ്ക്കുന്നത് ശുശ്രൂഷക വൃന്ദങ്ങൾക്കകത്താണ്. കാരണം സഭയുടെ നട്ടൽ എന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരാണ്. അത് അപ്പോസ്തലനാണെങ്കിലും പ്രവാചകനാണെങ്കിലും ഇടയനാണെങ്കിലും സുവിശേഷകനാണെങ്കിലും അതുപോലെ തന്നെ ഉപദേഷ്ടാക്കന്മാരാണെങ്കിലും സഭയുടെ നെടുന്തൂണെന്ന് പറയുന്നത് ശുശ്രൂഷകന്മാരാണ്. ശുശ്രൂഷകന്മാരിലൂടെ അല്ലെങ്കിൽ ശുശ്രൂഷക വൃന്ദത്തിനകത്ത് കള വിതയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ശുശ്രൂഷകന്മാരിലൂടെ കള സഭയ്ക്കകത്ത് മുഴുവൻ വിതറാനായിട്ട് കഴിയും. പിശാചിന്റെ, ശത്രുവിന്റെ ഏറ്റവും വലിയ തന്ത്രമാണ് സഭയെ നയിക്കുന്നവരെ കൊണ്ട് തന്നെ സഭയെ എന്ത് ചെയ്യുക? നശിപ്പിക്കുക. സഭയെ വളർത്തേണ്ടവരെ കൊണ്ട് തന്നെ സഭയെ ഇല്ലാതാക്കുക. സഭയെ സംരക്ഷിക്കേണ്ടവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക? സഭയെ ഇല്ലാതാക്കുക. കണ്ടോ? അവരുടെ തന്ത്രം നമ്മളൊന്ന് മനസ്സിലാക്കണം. അവരുടെ പദ്ധതികളെ നമ്മൾ തിരിച്ചറിയണം. അപ്പൊ കള വിതയ്ക്കപ്പെടുന്നത് വിശ്വാസികളുടെ ഇടയിലല്ലെന്ന് ഓർക്കുക. മറിച്ച് ആദ്യം വിതയ്ക്കുന്നത് എവിടാണ്? ശുശ്രൂഷകന്മാരിലാണ്. അത് 1-ാം നൂറ്റാണ്ട് മുതൽ നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്ന വസ്തുതകളാണ്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് ബാക്കി ഭാഗം ചിന്തിക്കാൻ. കർത്താവ് നമ്മെ ഇന്ന് രാത്രി വചനങ്ങളാൽ ഗ്രഹിക്കേണ്ട കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർ ദൈവങ്ങൾക്ക് എന്റെ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിക്കുന്നു. പരസ്പരം ഓർക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് കേൾപ്പാൻ സ്തുതിക്കുന്നു. ഈ കാലഘട്ടങ്ങളിൽ സാറിനെ പോലുള്ളവരെ ദൈവം ധാരാളമായി ക്ലാസുകൾ
നമ്മളൊരു ഒരു കളയായി തീരാതെ